റോയ് മാത്യു, ഇവിടെ ഇപ്പോൾ PJ ജോസഫ് വീടുകൾ കയറി നടക്കുകയാണ്. പലതരം ഉപാധികളാണ് അദ്ദേഹം വയ്ക്കുന്നത്. ഇപ്പോൾ കോട്ടയത്തെ സീറ്റിൻ്റെ കാര്യത്തിൽ തിരിച്ചടി കിട്ടി, ഒരു നിസ്സഹായതയുണ്ട് PJക്ക്. എന്നാൽ ആ സീറ്റ് നിഷേധത്തിൽ നിന്ന് അവസാനിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ നിസ്സഹായത. കൂടുതൽ നിസ്സഹായതകൾ അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലൂടെയും ബോധ്യപ്പെടുകയാണോ? ഇവിടെ ശ്രീ പഴകുളം പറഞ്ഞതുപോലെ എല്ലാം രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന ഈ പറയുന്ന കൂട്ടുകക്ഷി ധർമ്മസംഹിത അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോകുന്ന ദിവസങ്ങളായിട്ടാണോ നാം ഈ മണിക്കൂറുകളെ കാണുന്നത്? അല്ല, ഇതിനകത്ത് പഴകുളം മധു എന്ന് പറഞ്ഞാലും ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു ട്രാപ്പിനകത്ത് ഈ പാർട്ടി ചെന്ന് ചാടുകയും അതിനോടനുബന്ധിച്ചുണ്ടായ ചില വിഷയങ്ങളാണ്. അത് നമുക്ക് നിഷേധിക്കാനാവാത്ത. കാരണം എന്തായിരുന്നു, രണ്ട് മുന്നണികളും പെടാതെ നിന്ന മാണിയെ മുന്നണിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു കോൺഗ്രസ്സിന് അവകാശപ്പെട്ട ഒരു രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് കൊണ്ടുവന്ന് ഒരു പാക്കേജിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ആ സമയത്ത് ഞാനിന്ന് ഈ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ PJ ജോസഫിനോട് സംസാരിച്ചു. PJ ജോസഫ് പറഞ്ഞത് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി പാർലമെൻ്ററി ബോർഡ് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. ആ ഘട്ടങ്ങളിലൊന്നും പാർട്ടിയുടെ മറ്റ് കമ്മിറ്റികളിലൊന്നും ഈ തരത്തിലുള്ള ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ജോസഫിൻ്റെ പേര് വന്നു കഴിഞ്ഞപ്പോഴാണ് പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ നിന്ന് താഴോട്ട് മണ്ഡലം കമ്മിറ്റി വരെ ചർച്ച ചെയ്യണമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയത്. ഈ പാർട്ടിയുടെ ഏറ്റവും താഴത്തെ ഘടകമാണ് ഈ മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കമ്മിറ്റി തീരുമാനമെടുക്കേണ്ട കാര്യം താഴേക്ക് വിട്ട് ജോസഫിനെ ഔട്ടാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വലിയൊരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ജോസഫ് ഔട്ടായിപ്പോയി. അതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? കോട്ടയം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളെ ഇവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് ജയസാധ്യത കുറയും. പാർട്ടിയുടെ വൈസ് ചെയർമാനാണ് പറയുന്നത്, ഇല്ലേ? പാർട്ടിയുടെ ഈ വർക്കിംഗ് ചെയർമാനായിട്ട് ആളാണ് സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ പുറത്താക്കാൻ വേണ്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ന്യായങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കകത്ത് ജോസഫ് ഇപ്പോൾ പാർട്ടി ദുർബലനായിട്ട് നിൽക്കുകയാണ്. കാരണം ജോസഫിൻ്റെ കൂടെ മോൻസ് ജോസഫും മാത്രമേ ഉള്ളൂ. ആ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ജോസഫ് ഒരു 3-4 വർഷം മുമ്പ് ഈ പാർട്ടിയുമായി ലയനം നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാരണവുമില്ലാതാണ് ഇടതുപക്ഷ മുന്നണി വിട്ട് മാണിയുമായി ലയിച്ചത്. അപ്പോൾ അന്ന് മുതൽ ജോസഫ് അനുഭവിക്കുന്ന ഈ പാർട്ടിക്കുള്ളിൽ അനുഭവിക്കുന്ന ചില റിക്താനുഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു പരിണതഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജോസഫ് ഇപ്പോൾ UDFൻ്റെ പുറകെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ കയറി നടക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിണതഫലം എന്താണ്? ഈ പാർട്ടിക്കകത്ത് അനിവാര്യമായ വേറൊരു പിളർപ്പ് വരാൻ പോകും, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം ഇവർ തമ്മിൽ ഈ പാർട്ടിയിൽ എന്താണ് 55 വർഷം പ്രായമുള്ള ഈ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പാർട്ടിയിൽ പിളർപ്പുകൾ ഉണ്ടായിരിക്കുന്നത്? അല്ല, ഈ പാർട്ടിയുടെ സർവൈവൽ തന്നെ എന്തിൻ്റെ പേരിലാണ്? അധികാരം പിടിക്കുക, അതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുക, 4-5 പേരിൽ മാത്രമായിട്ട് നിർത്തുക. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രാദേശിക പാർട്ടിയായിരുന്നു. DMK കഴിഞ്ഞുണ്ടായ പാർട്ടിയായിരുന്നു ഇത്. DMK ഇതിനോടകം പലവട്ടം സംസ്ഥാനം ഭരിച്ചു. അതിനുശേഷം ഉണ്ടായ സംസ്ഥാനങ്ങൾ ഭരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ പാർട്ടിയുടെ അവസ്ഥ എവിടെയാണ്? പല 10ഓളം ഘടകങ്ങളായി ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്താണ്? അധികാരം 1-2 പേരിൽ ഒതുക്കി നിർത്തി ബാക്കിയുള്ളവരെ കാലാകാലങ്ങളിൽ വെട്ടി ഒതുക്കുന്ന ഒരു തന്ത്രമാണ് ഈ പാർട്ടിക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വലിയ ജനാധിപത്യവും ഇല്ല. ഇതിനകത്ത് ഈ പറയത്തക്ക യാതൊരു മാർഗനിർദ്ദേശങ്ങളോ പഴകുളം അത് പറഞ്ഞ ഒരു ധാർമ്മികതയൊന്നുമില്ല. അതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലെങ്കിൽ മുന്നണികളൊന്നും പ്രവർത്തിക്കുന്നതും പ്രത്യേകിച്ച് UDFനകത്ത് അങ്ങനെയൊന്നുമുള്ള ഈ എടുത്തു പറയത്തക്ക ഒരു ധാർമ്മികതയും പ്രശ്നങ്ങളൊന്നുമില്ല. അന്നേരത്തെ അവസരത്തിനനുസരിച്ച് പെരുമാറുന്നു. എന്തിനായിരുന്നു രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് BJP ഒതുക്കാൻ വേണ്ടി കോൺഗ്രസ് കണ്ടുപിടിച്ചൊരു ന്യായം, മാണിയെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു ന്യായം എന്നല്ലാതെ മറ്റ് ന്യായങ്ങളൊന്നും അതിനകത്തില്ലായിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ജോസഫിൻ്റെ മുന്നിലുള്ള ഇനി ഓപ്ഷൻസ് എന്താണ്? ജോസഫിൻ്റെ അത് ഇനി എത്ര നാൾ ഈ അപമാനം സഹിച്ചുകൊണ്ട് ജോസഫിനകത്ത് നിൽക്കും? 70 മുതൽ കേരളത്തിൽ മന്ത്രിയും MLAയും ഒക്കെയായി നിൽക്കുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഒരു MP സീറ്റിന് വേണ്ടി ഇവരുടെ എല്ലാം മുറകെ കയറി ഇറങ്ങി നടക്കുന്നത്, ഇല്ലേ? ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ദുരന്തത്തിന് ഉത്തരവാദികൾ ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ജോസഫ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ആ ഒരു അഷുറൻസ് ജോസഫിനുണ്ട്. പക്ഷേ ഈ കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ വരാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളും അവർ ആലോചിക്കുന്നു. ഇനിയിപ്പം ഈ മാണിയുടെ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ ഇങ്ങോട്ട് ചാടുമെന്നൊന്നും അറിയത്തില്ല. കാരണം അതിനൊന്നും അത്ര വലിയ നൈതികതയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവർക്ക് ചേരി മാറുന്നതൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ ചേരി മാറുന്ന അനുഭവങ്ങളും ചരിത്രവുമാണ് ആ പാർട്ടിക്കുള്ളത്. അപ്പോൾ അത് ജോസഫിന് ഇപ്പം നിലവിൽ ജോസഫ് എങ്ങും അല്ലാത്തൊരവസ്ഥയിലാണ്. ചെറുത്താനും കടലിലും ഇടയ്ക്കാണ്. മാണി ഗ്രൂപ്പ് പാർട്ടിക്കകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അകത്താണോ എന്ന് ചോദിച്ചാൽ അകത്തല്ല, പുറത്താണ്. അപ്പം മാണിയുടെ കയ്യിൽ നിന്ന് കൃത്യമായി ജോസ് കെ മാണിയുടെ ആ ഒരു ടേക്ക് ഓവർ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം
ജോസ് കെ മാണിയുടെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ചേ കാര്യങ്ങൾ പോകത്തുള്ളൂ. അവിടെ ഇത്തരം കക്ഷികളെ ജോസ് കെ മാണിക്ക് പാർട്ടിയിൽ പിടിമുറുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തിമത്തായ ആൾക്കാരെ എന്ന് തോന്നുന്നവരെ ഒതുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സിമ്പിൾ ലോജിക്കാണ്. ആ ഗില്ലറ്റിൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.